ஓணம் ஸ்பெஷலாக 10 டேஸுக்கு 10 ரெசிபியை பார்த்துட்ருக்கோம். இன்றைக்கி நம்ம பார்க்க போகிறது பூ அடை. வாங்க வீடியோக்குள்ளே போகலாம். ഇന്നെന്താമ്മ? ഇത് പൂവട. ആ, ഓണത്തിന് ചക്കരപ്പന് വെക്കണ പൂവട. പൂവട. ആ, ആവശ്യം ഒരു അതിന് വേണ്ടത് ഗ്ലാസ് അരിപ്പൊടി, ആ ഒരു ഗ്ലാസ് തേങ്ങ, ആ 1/2 ഗ്ലാസ് ശർക്കര. ആ അത് ഉരുക്കണം. ശർക്കര ഇത്? ആദ്യം അത് ഉരുക്കി തേങ്ങയിട്ട് അല്ല ഇതെന്താ? ഏലക്കയും ചുക്കും പൊടിച്ചത്, ഏലക്കയും ചുക്കും പൊടിച്ചത്. പിന്നെ വേണ്ടത് വാഴയില വേണം, വാഴ വേണം, കുറച്ച് പൂക്കൾ അല്ലേ? പൂവ് വേണം, പൂക്കൾ, നെയ്യ് വേണം. നെയ്യ്. ആ, അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ശർക്കര ഉരുക്കാൻ 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഉരുക്കണം. ഇനി ഇത് ഉരുകി വരണം അല്ലേ? ഇത് ശർക്കരയ്ക്ക് ഉരുക്കുന്നതിന് പാകമുണ്ടോ അമ്മ? ഒരു നൂൽ പരുവാക്കുമ്പോൾ തേങ്ങ ഇട്ട് ഇളക്കണം. ഒരു നൂൽ പരുവാകുമ്പോൾ അരിക്കണോ? അരിച്ചിട്ട് വേറെ പാത്രത്തിൽ അരിച്ചെടുത്തിട്ട് ആ, പിന്നെ തേങ്ങ ഇട്ടാക്കി ഏലക്കപ്പൊടിയും ഇത് വിളയിച്ചെടുക്കണം അല്ലേ? ഒരു നൂൽ പരുവായോ? ഇല്ല, ആയിട്ടില്ല. അത് ഉരുക്കി അരിക്കണ്ടേ. ആയോ അമ്മ? ഒരു നൂൽ പരുവായോ? ആയിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങ ഇടാം. ആ, കുറച്ചും കൂടി ആ തേങ്ങയുടെ വെള്ളം കൂടി വറ്റി വരണം, ശർക്കര എല്ലാം നല്ല ചേർന്ന് വരണം അല്ലേ? ചേർന്ന് വരണം. ഒരു സ്പൂണ് നെയ്യ്. ആ, ഇപ്പം ചേർന്ന് വന്നോ അമ്മ? 1/2 സ്പൂണ് ഏലക്കയും ചുക്കും പൊടിച്ചത്. ഇതിപ്പോൾ എത്ര അടയ്ക്കുള്ള തേങ്ങയാണോ? 6 അട ഉണ്ടാക്കാം. മതിയാ? മതി. ഇനിയിപ്പോൾ അടുത്തത് എന്താ? ഇനി മാവ് കുഴയ്ക്കണം. മാവ് വയ്ക്കാം. ചൂടുകൊണ്ട് വറ്റുമെന്ന് നോക്കാം. ചിലപ്പോൾ ചൂടുകൊണ്ട് പറ്റൂല. ഇനി ഒന്നും കൂടി 1/2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളം, കുറച്ച് നെയ്യും അല്ലേ? 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം അല്ലേ? വെള്ളം തിളച്ചോ? വെള്ളം തിളച്ച് ഇനി പൊടി ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് അടയ്ക്കാം.
പാകം മതിയോ? ആവുന്നു. ഇത് ആറണം അല്ലേ കുറച്ച്? അതേട്ടോ. വെള്ളം തൊട്ട് തൊട്ട് കുറയ്ക്കുക അല്ലേ? കനം കുറച്ച് തട്ടും. കനം കുറച്ച് പരത്തിയിട്ട് നമ്മുടെ ആദ്യത്തെ കൂട്ട് അല്ലേ? കൂട്ടി വയ്ക്കും. അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഓ അതാണ് ഈ പൂവ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് പൂവടാന്ന് പറയുന്നത്. അതെങ്ങനെ തെച്ചിപ്പൂവും ഇത് തന്നെ വെക്കുള്ളൂ? ചെമ്പരത്തി, തുളസി തുളസി അത് മാത്രമേ വെക്കുള്ളൂ. എന്നിട്ട് ഇത് പൂജിക്കാനാണോ എടുക്കുക? തൃക്കാക്കരപ്പന വെച്ചു കൊടുക്കും. പൂവിടുന്നവർ പൂക്കളത്തിൽ വയ്ക്കും. ഓണത്തിൻ്റെ തലേദിവസം രാത്രി 3 മണിക്ക് 4 മണിക്ക് ഇതൊക്കെ വെച്ച് പൂജ ചെയ്തിട്ടാണ് പിന്നെ ഓണം ആഘോഷിക്കുന്നത്. എന്നിട്ട് രാവിലെ ഇതേ കഴിക്കുള്ളൂ തോന്നുന്നു. ഇതാണ് രാവിലെ പഴനുറുക്കും ഇതുമാണ് രാവിലെ കഴിക്കുന്നത്. വേറെ പലഹാരമൊന്നും ഉണ്ടാവില്ല. ഇഡ്ഡലി പാത്രത്തിൽ ഇത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിലേക്ക് വെക്കാം. ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ തുറക്കാൻ പറ്റുമോ അമ്മ? ഇതേപോലെ തന്നെ ഇരിക്കുള്ളൂ. ആണ് പൂവട അല്ലേ? இந்த பூவடையை நீங்களும் பண்ணி பார்த்து கமெண்டில் சொல்லுங்கள்.